ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അരിപ്പൊടി കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിതിന് വേണ്ടി 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ ഇടിയപ്പത്തിനും പത്തിരിക്കും ഒക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ചായി നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കാരണം നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിലും മാറ്റം വരാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ മാവ് കുറച്ച് കട്ടിയായിട്ടാണുള്ളത്, അതുകൊണ്ട് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അരിപ്പൊടി എടുത്ത അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് ചോറും 3/4 ഗ്ലാസ് തേങ്ങയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയാലും ഡ്രൈഡ് ഈസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഈ ഡ്രൈഡ് ഈസ്റ്റ് ചേർക്കുന്ന സമയത്ത് ഇളം ചൂടുവെള്ളത്തിലൊക്കെ ഒരു 5 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് ചേർത്ത് കൊടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെപ്പോഴും ഇതുപോലെ ഡയറക്റ്റ് തന്നെയാണ് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിപ്പം കുറച്ച് കട്ടിയായിട്ടാണുള്ളത്, അതുകൊണ്ട് ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ അപ്പം ഉണ്ടാക്കാൻ മാവ് റെഡിയാക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ ദോശമാവിനൊക്കെ മാവ് അരച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം ഇതും റെഡിയാക്കിയെടുക്കാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു 7-8 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 8 മണിക്കൂർ ആയിട്ടുണ്ട്. മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. പിന്നെ നമ്മൾ ഈ അപ്പം ഉണ്ടാക്കാൻ മാവ് കോരിയെടുക്കുന്ന സമയത്ത് ഒരുപാട് ഇളക്കി കോരിയെടുക്കാൻ പാടില്ല. അതിൻ്റെ മുകളിൽ പതഞ്ഞ് നിൽക്കുന്ന മാവ് വേണം കോരിയെടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ മാവ് ഒഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അപ്പത്തിൻ്റെ മുകളിൽ ഇതുപോലെ നന്നായിട്ട് ഹോൾസൊക്കെ വരാൻ തുടങ്ങും. ഈ സമയത്ത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അപ്പം നല്ലപോലെ ഹോൾസൊക്കെ വന്ന് നല്ല പാകത്തിന് റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതേ രീതിയിൽ തന്നെ മുഴുവൻ അപ്പവും ചുട്ടെടുക്കാം. ഇപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല പഞ്ഞി പോലെ സോഫ്റ്റായിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.